വിദ്യാർത്ഥി ക്ഷേമത്തിനായി സർക്കാരുകൾ പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു ഈ ഗ്രാൻസ് പോസ്റ്റ്മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന വിധം. ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഈ grants.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഉണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റർ സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ ഓൺലൈൻ എന്ന ബട്ടൺ കാണാവുന്നതാണ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അതിൽ പുതിയ എൻട്രി, ന്യൂ എൻട്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷാ ഫോം നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് വിദ്യാർത്ഥിയുടെ സമുദായം സെലക്ട് ചെയ്യുന്നതാണ്. അധ്യയന വർഷം ഇവിടെ ഓട്ടോമാറ്റിക് സെലക്ട് ആയി കിടക്കുന്നുണ്ടാവും. പിന്നെ അടുത്തതായി ജില്ല, ഏത് ജില്ലയിലാണോ വിദ്യാർത്ഥി പഠിക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്യുക. അടുത്തത് ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ്. അതിൽ നിന്നും സ്ഥാപനത്തിന്റെ പേര് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഏത് പാഠ്യപദ്ധതിയിലാണോ പഠിക്കുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് ഗ്രൂപ്പാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ വിദ്യാർത്ഥി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. അടുത്തതായി അപേക്ഷകന്റെ പേരാണ്. അടുത്ത അപേക്ഷകന്റെ ജനന തീയതിയാണ്. അപേക്ഷകന്റെ ജനനത്തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. SSLC അല്ലെങ്കിൽ CBSE അല്ലെങ്കിൽ ICSE രജിസ്റ്റർ നമ്പറും വർഷവുമാണ് നൽകേണ്ടത്. ഏത് വർഷമാണ് SSLC കഴിഞ്ഞതെന്ന് സെലക്ട് ചെയ്യണം. അടുത്തത് കേരളീയനാണോ എന്നാണ്. യെസ് ആണെങ്കിൽ യെസ് എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് സ്ഥിരം മേൽവിലാസമാണ്. വിദ്യാർത്ഥിയുടെ സ്ഥിരം മേൽവിലാസം ഇവിടെ ടൈപ്പ് ചെയ്യുക. പിൻകോഡ് നൽകുക. ഏത് ജില്ലയിലാണോ വിദ്യാർത്ഥി താമസിക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്യുക. അടുത്ത ഇപ്പോഴത്തെ മേൽവിലാസമാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ മേൽവിലാസം സെയിം ആണെങ്കിൽ സെയിം ആസ് അബവ് എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. വിദ്യാർത്ഥിയുടെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ പേരൻസിന്റെ നമ്പറോ ഇവിടെ മൊബൈൽ നമ്പറായി നൽകാവുന്നതാണ്. അടുത്തതായി ഇമെയിൽ ID ആണ് ചോദിക്കുന്നത്. വിദ്യാർത്ഥിയുടെ ഇമെയിൽ ID ഇവിടെ നൽകാവുന്നതാണ്. അടുത്തത് അപേക്ഷകന്റെ ജാതിയും മതവുമാണ്. ഇവിടെ ആദ്യമായി ചോദിക്കുന്ന ജാതിയാണ്. ജാതി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വിദ്യാർത്ഥിയുടെ ജാതി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ തീയ എന്നാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ജാതി സെലക്ട് ചെയ്യപ്പെട്ടാൽ ഓട്ടോമാറ്റിക് അവിടെ മതം സെലക്ട് ചെയ്തതായി കാണാം. അടുത്ത വിദ്യാർത്ഥിയുടെ അച്ഛന്റെ പേരാണ്. അടുത്തത് അമ്മയുടെ പേരാണ്. അടുത്തതായി അച്ഛന്റെ ജാതിയും മതവും തൊഴിലുമാണ്. ഇവിടെ ഓട്ടോമാറ്റിക് വിദ്യാർത്ഥിയുടെ അതേ ജാതിയും മതവും ഇവിടെ സെലക്ട് ചെയ്ത് ഒന്നായി കാണാം. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ മാറ്റിക്കൊടുക്കാം. അടുത്ത അമ്മയുടെ ജാതിയും തൊഴിലുമാണ്. ഇവിടെ ഈ കേസിൽ അമ്മയ്ക്ക് തൊഴിലില്ല, അതുകൊണ്ട് നിൽ എന്ന് രേഖപ്പെടുത്തുന്നു. അടുത്തത് അപേക്ഷകന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ഈ കേസിൽ യെസ് ആണ്. അപേക്ഷകന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അടുത്തത് അതും യെസ് ആണ്. ഇനി വിദ്യാർത്ഥിയുടെ അപേക്ഷകന്റെ കുടുംബങ്ങളുടെ എല്ലാ മാർഗങ്ങളുള്ള വാർഷിക കുടുംബ വരുമാനമാണ്. ഇതിന് വില്ലേജ് ഓഫീസിലെ സർട്ടിഫിക്കറ്റും ഇതിന്റെ കൂടെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്ത അപേക്ഷകന്റെ കുടുംബത്തിൽ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടോ എന്നുള്ളതാണ്.
ഈ വിദ്യാർത്ഥിയുടെ കേസിൽ ഒരാൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് യെസ് എന്ന് നൽകുന്നു. യെസ് എന്ന് നൽകി കഴിഞ്ഞാൽ അടുത്തത് ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി എന്നും, അതേപോലെ തന്നെ വിദ്യാർത്ഥി ആരാണോ പഠിക്കുന്നത് ആ വിദ്യാർത്ഥിയുടെ പേരും ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ വിദ്യാർത്ഥി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് അതേഴ്സ് എന്ന് സെലക്ട് ചെയ്യുന്നു. അപേക്ഷകൻ സ്വന്തം വരുമാനമുള്ള ആളാണെങ്കിൽ അതിവിടെ രേഖപ്പെടുത്തണം. ഇവിടെ അപേക്ഷകൻ വരുമാനമുള്ള ആളല്ല, അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. അടുത്ത മുൻവർഷങ്ങളിൽ ഈ പദ്ധതി പ്രകാരം സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ധനപരമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ്. ഈ വിദ്യാഭ്യാസം സംബന്ധിച്ചോളം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് നോ എന്ന് സെലക്ട് ചെയ്യുന്നു. അടുത്ത വിദ്യാഭ്യാസ കാലത്ത് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇടവേള ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഈ വിദ്യാഭ്യാസം സംബന്ധിച്ചോളം നോ എന്നതാണ് ഉത്തരം. അടുത്തത് പാഠ്യപദ്ധതിയുടെ കാലയളവാണ്, 2 വർഷമാണ്. അടുത്തത് ഈ വർഷം പ്രവേശനം കിട്ടിയ ക്ലാസ്സാണ്, ഫസ്റ്റ് ഇയർ എന്ന് സെലക്ട് ചെയ്യുന്നു. ക്ലാസ്സിൽ ഹാജരായ തീയതിയാണ് അടുത്തത്. ക്ലാസ്സിൽ ഹാജരായ തീയതിക്ക് നമുക്ക് വേണമെങ്കിൽ വിദ്യാർത്ഥി പണമടച്ചതിന് റെസീറ്റോ മറ്റോ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായ ഡേറ്റ് ലഭിക്കുന്നതാണ്. അപേക്ഷകന്റെ താമസ സ്ഥലത്തേക്ക് സ്ഥാപനത്തിനുള്ള അകലമാണ് അടുത്ത ചോദ്യം. അത് എത്ര കിലോമീറ്റർ ആണോ ആ കിലോമീറ്റർ ഇവിടെ രേഖപ്പെടുത്തണം. ഈ വിദ്യാർത്ഥി സംബന്ധിച്ചോളം 4 കിലോമീറ്റർ പരിധിയിലാണ് താമസിക്കുന്നത്. അടുത്ത മെട്രിക്കുലേഷനും അതിനുശേഷം പഠിച്ച കോഴ്സുകളുടെ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം. ഈ വിദ്യാർത്ഥി സംബന്ധിച്ചോളം SSLCയുടെ വിവരങ്ങളാണ് രേഖപ്പെടുത്താനുള്ളത്, അതുകൊണ്ട് SSLC ഇവിടെ രേഖപ്പെടുത്തുന്നു. അടുത്തത് പരീക്ഷ എഴുതിയ വർഷവും രജിസ്റ്റർ നമ്പറുമാണ്. ഇവിടെ ആദ്യം വർഷം രേഖപ്പെടുത്തണം, പിന്നീട് ഹൈഫൻ ഇട്ടിട്ട് ഏതാണോ രജിസ്റ്റർ നമ്പർ അത് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി പരീക്ഷ ജയിച്ചുവോ തോറ്റുവോ എന്നാണ്. പിന്നെ അടുത്തത് അപേക്ഷകൻ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പോ അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡോ ധനസഹായം ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഈ വിദ്യാർത്ഥി സംബന്ധിച്ചോളം അത്തരം സ്കോളർഷിപ്പ് ഒന്നും ലഭിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ നോ എന്ന് രേഖപ്പെടുത്തുന്നു. ഇനി അപേക്ഷകൻ താമസിക്കുന്നത് ഡേ സ്കോളർ ആണെങ്കിൽ അഥവാ എന്നും വീട്ടിൽ നിന്ന് വന്നു പോകുന്ന ആളാണെങ്കിൽ ഡേ സ്കോളർ എന്ന് സെലക്ട് ചെയ്യാം. ഇനി അപ്രൂവ്ഡ് ഹോസ്റ്റലിൽ താമസിക്കുന്നതാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ പേരും മേൽവിലാസം നൽകുക, ഹോസ്റ്റലിൽ ചേർന്ന ജനനത്തീയതി നൽകുക. ഈ വിദ്യാർത്ഥി സംബന്ധിച്ചോളം ഡേ സ്കോളറാണ്, അതുകൊണ്ട് അത് ആവശ്യമില്ല. ഇനി ഇതേ ക്ലാസ്സിൽ ആദ്യ പ്രാവശ്യമോ 2ാം പ്രാവശ്യമോ അപേക്ഷ പഠിക്കുന്നതെന്ന് ഫസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് ചാൻസ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് ഇപ്പോഴത്തെ പഠന പദ്ധതിയിൽ വേണ്ട കുറഞ്ഞ യോഗ്യതയാണ്. ഇത് +1 പഠിക്കുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് SSLC എന്ന് രേഖപ്പെടുത്തുന്നു. ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. വിദ്യാർത്ഥിക്ക് വല്ല അംഗവൈകല്യം മറ്റും ഉണ്ടെങ്കിൽ ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തത് വിദ്യാർത്ഥിയുടെ ആധാർ നമ്പറാണ് ചോദിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥിയുടെ ആധാർ നമ്പർ നൽകണം. അടുത്തത് വീണ്ടും ആ ആധാർ നമ്പർ കൺഫേം ചെയ്യണം. ആധാർ ലഭിക്കാത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ആധാറിന്റെ എൻറോൾമെന്റ് നമ്പർ ഇവിടെ രേഖപ്പെടുത്താം. ഈ വിദ്യാർത്ഥി സംബന്ധിച്ചോളം ആധാർ ഉണ്ട്, അതുകൊണ്ട് ആധാർ നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ഏത് ബാങ്കിലാണ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് ബാങ്കാണോ ആ ബാങ്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ബാങ്ക് ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അക്കൗണ്ട്, അതുകൊണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇത് ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ബാങ്ക് ഏത് ശാഖയിലാണ് അക്കൗണ്ട് എന്നുള്ളതാണ്. നെയിം ഓഫ് ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ വിദ്യാർത്ഥിയുടെ അക്കൗണ്ട് മേലഡി എന്ന ബ്രാഞ്ചിലാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ മേലഡി എന്ന ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു.
അടുത്തതായി വിദ്യാർത്ഥിയുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യണം, നൽകണം. ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകണം. ഇനി വീണ്ടും ആ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടി ടൈപ്പ് ചെയ്തുകൊണ്ട് കൺഫേം ചെയ്യണം. അടുത്തത് ഓട്ടോമാറ്റിക് ഇവിടെ IFSC കോഡ് നമ്മൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആ IFSC കോഡ് ഇവിടെ വന്ന് നിൽക്കുന്നതായി കാണാം. അത് കൃത്യമാണോ എന്ന് മാച്ച് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി വിദ്യാർത്ഥിയുടെ ഫോട്ടോ ആ സൈസിൽ തയ്യാറാക്കി വെച്ചിട്ടാണ്. അടുത്തത് അപ്ലോഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ്. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് PDF ഫോർമാറ്റ് ആയിരിക്കണം. അതുപോലെ അതിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 100 KB കുറവായിരിക്കുകയും വേണം. അതുപോലെ അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത ഇൻകം സർട്ടിഫിക്കറ്റ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്സെപ്റ്റ് എന്നൊരു ബട്ടൺ കാണാം. അതേപോലെ തന്നെ ഒരു സമ്മതപത്രം ഇവിടെയുണ്ട്. എനിക്ക് അനുവദിച്ചിരുന്ന ഫീസ് ഒഴികെയുള്ള വിദ്യാഭ്യാസ അനുകൂലങ്ങൾ ആധാർ ബാങ്ക് അക്കൗണ്ട് മുഖേന നൽകുന്നത് എനിക്ക് സമ്മതമാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ഡിക്ലെയർ ചെയ്ത് സമ്മതപത്രം കൂടി നൽകുകയാണ്. ഈ ആക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തോടെ നമ്മുടെ ഡോക്യുമെന്റ്സ് ആ പറഞ്ഞ സൈസിലാണെങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിച്ച് ഇവിടെ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. നമുക്ക് പ്രിന്റ് എന്ന മോഡിലേക്ക് പോവാം. ഇഗ്രാൻസിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പലപ്പോഴും ഗൂഗിൾ ക്രോമിലും മറ്റ് ചില ബ്രൗസറുകളിലും പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ഗൂഗിൾ ക്രോം നോട്ട് സപ്പോർട്ട് ടു ടേക്ക് പ്രിന്റ് ഔട്ട് എന്നിവിടെ കാണാം. അതുകൊണ്ട് നമ്മൾ ഇന്റർനെറ്റ് എക്സ്പ്ലോററാണ് പ്രിന്റ് ഔട്ട് എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ബ്രൗസർ. വീണ്ടും നമ്മൾ എൻ്റർ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഓൺലൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ആപ്ലിക്കേഷനിൽ പോകുക. സെർച്ച് ആപ്ലിക്കേഷനിൽ പോയാൽ നമുക്ക് നേരത്തെ ചെയ്ത ആപ്ലിക്കേഷൻ റിട്രീവ് ചെയ്യാവുന്നതാണ്. അതിന് ആദ്യമായി ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഏത് സ്കൂളിലാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് ആ സ്കൂൾ സെലക്ട് ചെയ്യുക. SSLC ആണെങ്കിൽ ഏത് ടൈപ്പാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. SSLC ആണ് ഇവിടെ നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻ, അതുകൊണ്ട് SSLC സെലക്ട് ചെയ്യുന്നു. SSLCയുടെ നമ്പർ കൊടുക്കുന്നു. SSLCൻ്റെ കൊല്ലം കൊടുക്കുന്നു. ഏത് വർഷമാണ് പഠിച്ചതെന്ന് കൊടുക്കുന്നു. വിദ്യാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നു. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. അതിൻ്റെ യുണീക്ക് ID കാണാവുന്നതാണ്. വിദ്യാർത്ഥിയുടെ പേര് കാണാവുന്നതാണ്. അഡ്രസ് കാണാവുന്നതാണ്. ഇവിടെ അവസാനമായിട്ട് പ്രിന്റ് ബട്ടൺ എന്ന് കാണാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പോപ്പപ്പ് വരുന്നു. പോപ്പപ്പിൽ ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. സേവ് കൊടുക്കുക. എവിടെയാണോ നമ്മൾ ആപ്ലിക്കേഷൻ സേവ് ചെയ്യുന്നത്, ഏത് പേരിലാണോ സേവ് ചെയ്യുന്നത് ആ പേര് സേവ് ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിലൊരു ഫോട്ടോ പതിച്ച് ഏത് സ്കൂളിലാണോ സമർപ്പിക്കേണ്ടത് ആ സ്കൂളിൽ വിദ്യാർത്ഥിക്ക് സമർപ്പിക്കാവുന്നതാണ്. അതിനു മുന്നേ അപേക്ഷകൻ ഒപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ രക്ഷകർത്താവിൻ്റെ ഒപ്പവും ഇതിൽ പതിക്കുന്നതാണ്. അതിനുശേഷം ആരാണോ സ്ഥാപന മേധാവി അല്ലെങ്കിൽ സ്കൂളിലെ അതിൻ്റെ ഇൻചാർജ് അവരെ ഈ അപേക്ഷ ഏൽപ്പിക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ഇ ഗ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്.